15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫെബ്രുവരി 10-ന് പാതി മുറിഞ്ഞൊരു പാട്ടുപോലെ നമുക്കരികിൽ നിന്നും മാഞ്ഞുപോയ ഒരാൾ. അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അദ്ദേഹം തൊട്ടുവിളിച്ചപ്പോൾ കൂട്ടുവന്നത് തലമുറകളെ പാട്ടിലാക്കിയ വരി നെൽക്കതിരുകൾ തന്നെയായിരുന്നു. കിനാവിന്റെ പടികടന്നെത്തുന്ന അനുരാഗവും അമ്മ മഴക്കാറിന് കണ്ണിറയുന്ന വാത്സല്യവും കൺഫ്യൂഷൻ തീരാത്ത പ്രണയക്കുറുമ്പും വാദ്യഘോഷാദികൾ കൊതിക്കുന്ന സൗഹൃദ രാത്രികളും സൂര്യകിരീടങ്ങൾ വീണുടയുന്ന ദുഃഖനിമിഷങ്ങളുമൊക്കെ ഈ മനുഷ്യൻ ഉള്ളൊരുക്കിയൊഴിച്ച വരികളില്ലാതെ നമുക്ക് സങ്കല്പിക്കാനാവില്ല. ഊണിലും ഉറക്കത്തിലും കനവിലും കണ്ണീരിലും പ്രണയ വിരഹങ്ങളിലും സംഗീത ചിറകിലേറി പറക്കാൻ മതിവരുവോളം പുതുപുത്തൻ അക്ഷരക്കൂട്ടുകൾ സമ്മാനിച്ച ബഹുമുഖ പ്രതിഭ, ഗാനരചയിതാവ്, തിരക്കഥാകൃത്ത്. ഓർമ്മയിലെന്നും ഗിരീഷ് പുത്തഞ്ചേരി. ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുവാൻ ഇന്ന് നമ്മളോടൊപ്പം ആദ്യം എത്തുന്നത് മലയാളികൾക്ക് വളരെ വളരെ പ്രിയപ്പെട്ട ഒരു സംഗീത സംവിധായകനാണ്. സംഗീത സംവിധാനത്തിന് അദ്ദേഹം നേടിയിട്ടുള്ള എത്രയോ പുരസ്കാരങ്ങൾ. അതൊന്ന് മാറ്റി നിർത്തിയാൽ ഇദ്ദേഹത്തിന്റെ ഗാനങ്ങൾക്ക് 10ഓളം ഗായകന്മാർക്കാണ് സംസ്ഥാന പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ളത്. ഗിരീഷ് പുത്തഞ്ചേരി എന്ന എഴുത്തുകാരന്റെ 2 സംസ്ഥാന പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തിന്റെ ഈണങ്ങളിലായിരുന്നു. അങ്ങനെ മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരാൾ. പാട്ടാണോ വരികളാണോ നല്ലത് എന്ന് തർക്കം പാട്ടും വരികളും ഉണ്ടായ കാലം കൊണ്ട് നിലനിൽക്കുമ്പോഴും ഈ സംഗീത സംവിധായകൻ പറഞ്ഞു, വരികൾക്കിടുന്ന അടിവരകളായിരിക്കണം സംഗീതം എന്ന്. അത്രയേറെ മലയാളികൾക്ക് പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട എം ജയചന്ദ്രൻ. നമസ്കാരം ജയേട്ടാ, സ്വാഗതം. അക്ഷരം എന്നു പേരുള്ള സിനിമയുടെ യാദൃശ്യമാണ് ആ സിനിമയുടെ പേര് അക്ഷരം എന്നായത്. അതിന്റെ പശ്ചാത്തല സംഗീതം ഒരുക്കാൻ പോയ സമയത്ത് പുത്തഞ്ചേരി സാറിന്റെ ഒരു വാക്കിലാണ് മറ്റൊരു മുഴുനീള സിനിമയുടെ സംഗീത സംവിധായകനാകുന്നുള്ളത്. അതെന്തായിരുന്നു സംഭവം? ഞാൻ സിബി സാറിനെയാണ് അക്ഷരം എന്ന് പറഞ്ഞ സിനിമ. അതെ, ഇപ്പോൾ നേരത്തെ പിഷു പറഞ്ഞ പോലെ അക്ഷരം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരിക്കലും നശിക്കാത്തതെന്നാണ്. അപ്പോൾ ഗിരീഷേട്ടൻ്റെ പുത്തഞ്ചേരി കാലം ഒരിക്കലും നമുക്ക് നമ്മുടെ സംഗീതത്തിൽ നശിക്കാത്തതാണല്ലോ. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ആ ഒരു റെക്കോർഡിങ്ങിന് പെരുമ്പാവൂർ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഞാൻ അവിടെ പോവുകയും, അപ്പോൾ അതിൻ്റെ എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് പ്രസാദ് 70mm സ്റ്റുഡിയോയിൽ അതിൻ്റെ ആ പാട്ടിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ദൂരെ നിന്ന് ഒരാളിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം റിഹേഴ്സലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, നീ ഒരു രാജരാജ ചോളനാണെന്ന്. ഓ അപ്പോൾ ഇത് പലപ്പോഴും ഞാൻ ഗിരീഷേട്ടനെ കേട്ടിട്ടുണ്ട്, എന്തിനാണ് എന്നെ രാജരാജ ചോളൻ എന്ന് വിളിച്ചത് എനിക്കറിയില്ല. അപ്പോൾ അതിനുശേഷം 2 ദിവസം ഈ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ സംവിധായകൻ സുനിലേട്ടൻ ആ സ്റ്റുഡിയോയിൽ വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് ഗിരീഷേട്ടൻ പറഞ്ഞു, നിൻ്റെ അടുത്ത സിനിമയിലെ മ്യൂസിക് കമ്പോസർ ആരാണെന്ന് അറിയാമോ എന്ന് സുനിലേട്ടനോട് ചോദിച്ചു. അപ്പോൾ സുനിലേട്ടൻ പറഞ്ഞു, ഇല്ല അത് നിശ്ചയമായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഗിരീഷേട്ടൻ പറഞ്ഞു, ഇവനാണ്. അപ്പോൾ സുനിലേട്ടൻ തന്നെ യാതൊരു പരിചയമില്ല, ഒരു ചെറിയ പയ്യനാണ്. അപ്പോൾ ഇയാൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ, ഇയാൾ എത്രത്തോളം നല്ലതെന്നൊന്നും സുനിലേട്ടൻ അറിഞ്ഞൂടാ. അപ്പോൾ ഗിരീഷേട്ടൻ പറഞ്ഞ അനുസരിച്ചിട്ട് സുനിലേട്ടൻ ഉടനെ പറഞ്ഞു, അതെന്താ നമുക്ക് ചെയ്യാം എന്ന്. അതൊരു സർട്ടിഫിക്കറ്റ് ആണ്, അല്ലാതെ ഒരാളെ ഗിരീഷേട്ടൻ അങ്ങനെ പറയില്ലെന്നുള്ള ബോധ്യമാണ്. ഗിരീഷേട്ടൻ എന്താ ഒരു കണ്ടപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളൊരു വിശ്വാസം അല്ലേ അതിന്റെ? കാരണം അന്ന് പെരുമ്പാവൂർ രവീന്ദ്രൻ സാറിന്റെ സംഗീതമാണ് അതിൽ, അതിനുവേണ്ടി പോയതാണ്. അന്ന് തുടങ്ങിയ അല്ലെങ്കിൽ ആ പരിചയപ്പെടുത്തലിൽ മലയാളികൾക്കൊരു പുതിയ സംഗീത സംവിധായകനെ കിട്ടുകയാണ്. ഒരു പാട്ടുകാരൻ, ലിറിസിസ്റ്റ് എന്ന രീതിയിൽ അദ്ദേഹം പാട്ടിന് സംഭാവനകൾ ചെയ്തിട്ടുള്ളത് ഒരുപാട് വരികൾ മാത്രമല്ല, ഈ നിൽക്കുന്ന സംഗീത സംവിധായകനെ കൂടിയാണ്. വളരെ സന്തോഷം ചേട്ടാ, ഇരിക്കും. താങ്ക് യു. ഗിരീഷ് പുത്തഞ്ചേരി, എം ജയചന്ദ്രൻ എന്ന് പറയുന്ന കൂട്ടുകെട്ട് എപ്പോഴും ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ളതാണ്. ഹിറ്റ് എന്ന് പറയുന്നത് ഇപ്പം ഇപ്പോഴത്തെ ഒരു പുതിയ കാലഘട്ടത്തിൽ അതിൻ്റെ വ്യൂസ് എത്രയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കണക്കിലൊക്കെയാണ് പോകുന്നത്. അതിന്
അതായിരിക്കണം എന്നില്ല ഒരു അംഗീകാരം കിട്ടുന്ന പാട്ട്. അതിൻ്റെ നമ്മളിപ്പോൾ പറയുന്ന കലാമൂല്യം കൊണ്ട് ഒരു പുരസ്കാരം ലഭിക്കുന്ന പാട്ടാവണമെന്നില്ല. നിങ്ങളുടെ എല്ലാ പാട്ടുകൾക്കും ഹിറ്റുമായിരുന്നു. ആ പാട്ടുകളെല്ലാം വലിയ അംഗീകാരങ്ങൾ, അതിൻ്റെ ഒരു മൂല്യത്തിനുള്ള അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള പാട്ടുകളുമാണ്. നിങ്ങൾ തമ്മിൽ കൂടി ഒരു പാട്ടുണ്ടാക്കുന്നതിൻ്റെ ദിവസങ്ങൾ എത്രയാണ്? അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്താണ് ശരിക്കും? ചില പാട്ടുകളൊക്കെ നിമിഷ നേരം കൊണ്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ എൻ്റെ നെഞ്ചിലെ എനിക്ക് തോന്നുന്ന ഒരു 5-10 മിനിറ്റിനകത്ത് ഉണ്ടായ ഒരു പാട്ടാണ്. 10 മിനിറ്റ്? 10 മിനിറ്റ് ഉണ്ട്. ചില പാട്ടുകളൊക്കെ വളരെയധികം സമയം എടുത്തിട്ടുണ്ട്, 2-3 ദിവസം. അങ്ങനെ ദിവസം എടുത്ത പാട്ട്? പക്ഷേ ഈ ദിവസങ്ങൾ എടുക്കുന്നതെന്ന് പറയുന്നത് ശരിക്കും ഞാൻ സമയം എടുക്കുന്നതാണ്. ഗിരീഷേട്ടനെ സംബന്ധിച്ചിടത്തോളം ഗിരീഷേട്ടന് മൂഡ് വന്നാൽ അതൊരു 10 മിനിറ്റിനാം പാട്ട് റെഡിയാവും, സംഭവം റെഡിയാണ്. അപ്പോൾ ഗിരീഷേട്ടൻ എപ്പോഴും പറയും, നീ പ്രാർത്ഥിക്കേണ്ട ഇതാണ്, തോന്നലുണ്ടാവാൻ തോന്നണമേ എന്നാണ്. തോന്നലുണ്ടാവാൻ തോന്നണമേ. ഏത് ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്കും ഒരു തോന്നലാണ്, ഒരു സ്പാർക്കാണ് തുടക്കം. അതെ. അപ്പോൾ ഈ തോന്നൽ ഇല്ലെങ്കിൽ ആ ക്രിയേറ്റിവിറ്റി വോയിഡാണ്. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ അത് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും ഞാൻ ആദ്യം ഈ മന്ത്രം എന്നോട് ഞാൻ പറയും, തോന്നലുണ്ടാവാൻ തോന്നണമേ. അത് ഗിരീഷേട്ടൻ്റെ ഒരു മന്ത്രമാണ്. അതുപോലെ ഗിരീഷേട്ടൻ പറയുന്ന വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, കലാകാരൻ അനുഗ്രഹത്താൽ ശപിക്കപ്പെട്ടവരാണ്. അത് എന്താണെന്ന് എനിക്ക് ആദ്യം ഇങ്ങനെ പറയുമ്പോൾ അനുഗ്രഹം എങ്ങനെ ഒരു ശാപമാവും എന്ന് ഞാൻ ഓർക്കാം. അപ്പോൾ ഗിരീഷേട്ടൻ പറയുന്ന പറഞ്ഞാൽ എല്ലാ കലാകാരന്മാരുടെയും ഉള്ളിൽ ഒരു സെൻസിറ്റിവിറ്റിയാണ് അവർക്ക് അനുഗ്രഹമായിട്ട് ക്രിയേറ്റിവിറ്റിയിൽ വരുന്നത്. പക്ഷേ ഇതേ സെൻസിറ്റിവിറ്റി അവരുടെ പേഴ്സണൽ ലൈഫിൽ ഈ സെൻസിറ്റിവിറ്റി അവർക്ക് പ്രശ്നമാവും, അതാണ് ശാപം എന്നൊക്കെ ഇങ്ങനെയുള്ള കുറേ ഫിലോസഫിയൊക്കെ ഗിരീഷേട്ടൻ്റെ കൂടെ എപ്പോഴും ഫിലോസഫി അദ്ദേഹത്തിനുള്ള പോലെ എനിക്ക് അദ്ദേഹത്തിന്റെ തിരക്കഥകൾ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്. നമ്മൾ വടക്കുന്ന അങ്ങനെയുള്ള സിനിമയൊക്കെ കാണുമ്പം തിരക്കഥകളിൽ അത് ചെറുതായിട്ട് കയറി പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഗിരീഷേട്ടൻ വരികളോ അല്ലെങ്കിൽ പാട്ടോ അല്ല എഴുതുന്നത്, ഗിരീഷേട്ടൻ ജീവിതം തന്നെയാണ് എഴുതുന്നത്. അതാണ് എനിക്ക് ഗിരീഷേട്ടനെ പറ്റി തോന്നിയ ഏറ്റവും വലിയ ഗ്രേറ്റ്നെസ് ആയിട്ട് തോന്നുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏടുകളിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹം കണ്ട ചില ജീവിത സന്ദർഭങ്ങളിൽ നിന്നോ ആയിരിക്കും. കാരണം വടക്കുന്നാഥല്ലേ ഇപ്പം ഞാനിപ്പം തോന്നലുണ്ടാകണമെന്ന് തോന്നണമേ, അനുഗ്രഹത്താൽ ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്ന പോലെ ചില പ്രയോഗങ്ങൾ വടക്കുന്നാഥൻ സിനിമയിൽ ഒരു ഡയലോഗുണ്ട്, ആകാശത്തു കൂടെ അപ്പൂപ്പന്താടി പറക്കുന്നത് കണ്ടിട്ട് ഭൂമിക്ക് ഗുരുത്വാകർഷണമില്ലെന്ന് വിചാരിക്കരുത് വിശ്വനാഥ എന്ന് പറയുന്ന അതിലൊരു വളരെ പോയറ്റിക്കാണ്, വളരെ ഫിലോസഫിക്കലാണ്, കേൾക്കാൻ രസമുള്ളതാണ്. എന്തെങ്കിലും നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറയും, നിന്റെ ഗുരുത്വാകർഷണമാണ് നിന്റെ പ്രശ്നം. അതായത് എൻ്റെ ഈഗോ ആണ് പ്രശ്നം എന്നുള്ളത്. ഈഗോ ഇല്ലാതെ ഈ അപ്പൂപ്പൻ താടിയെ പോലെ നടക്കണം എന്നാണ് ഗിരീഷേട്ടൻ എപ്പോഴും പറയുക. വീണ്ടും അത് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ആണോ ജയൻ്റെ ഒരു ബുക്കിൽ ജയൻ തന്നെ എഴുതിയിരിക്കുന്നത്. അതായത് ഞങ്ങൾ തമ്മിലുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളും തിരകൾ പോലെ വന്നു പോകും, സ്നേഹമാകുന്ന കടലിനെ അത് ബാധിക്കാറില്ല എന്ന് എഴുതി കണ്ടു. അതൊക്കെ ഈ ഒരു എഴുത്തിന്റെ ഒരു ഗിരീഷേട്ടൻ ശരിക്ക് എൻ്റെ ചേട്ടനാണ്. വെറുതെ ഒരു വെറും വാക്കായിട്ട് നമ്മൾ പല ആൾക്കാരെയും ചേട്ടൻ, എൻ്റെ ചേട്ടൻ എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയല്ല. ഗിരീഷേട്ടൻ ചേട്ടൻ തന്നെയായിരുന്നു. ഇപ്പോൾ ഗിരീഷേട്ടൻ ആ ഒരു കരുതൽ എന്നോട് ഉണ്ടായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് പോകുമ്പോഴത്തേക്കും ഗിരീഷേട്ടൻ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നമ്മൾ ആ വഴിയോരങ്ങളിലൂടെ ഇങ്ങനെ നടക്കും. അതിനിടയിൽ ഏതെങ്കിലും മാതൃഭൂമിയുടെ മറ്റേ ബുക്ക് സ്റ്റാളിൽ കയറി അവിടെ സമകാലികമായി ഇറങ്ങിയിരിക്കുന്ന എല്ലാ നോവലുകളും ചെറുകഥകളും ഇതിനെപ്പറ്റിയൊക്കെ ഗിരീഷേട്ടൻ എനിക്ക് ഒരു പഠന ക്ലാസ് നടത്തും. അതിനിടയിൽ പറയും നമുക്ക് കാപ്പ് കുടിക്കാം എന്ന് പറഞ്ഞ കാപ്പ് കുടിക്കും, ഇതിനിടയിൽ ഒരു പാട്ടുണ്ടാവും. ഇങ്ങനെയായിരുന്നു ഗിരീഷേട്ടനുമായിട്ടുള്ള. ഇപ്പം 2-3 ബുക്കുകൾ ഇറക്കിയിട്ടുണ്ട്, ചേട്ടൻ ബുക്കുകൾ ഇറക്കിയിട്ടുണ്ട്. ഈ ആ ഒരു എഴുത്ത് വരുമ്പം ഇപ്പം നിങ്ങൾക്ക് സംഗീതമാണ് കൂടുതലും വരേണ്ടത്, എന്നാലും ഈ എഴുത്ത് വരുമ്പം ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട്, മ്യൂസിക് ഡയറക്ടേഴ്സ് പറയും ഇന്ന വാക്ക് അല്ലെ ഇന്ന അക്ഷരം ഉപയോഗിക്കേണ്ട, ഇന്ന അക്ഷരം ഉപയോഗിക്കണം. അപ്പം മ്യൂസിക് ഡയറക്ടറിനും അത്തരത്തിലൊരു സെൻസ് അതിനകത്ത് ആവശ്യമുണ്ട്. ഈ എഴുത്തിനൊരു സ്വാധീനം തോന്നിയിട്ടുണ്ടോ അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും ഇങ്ങനത്തെ പ്രയോഗങ്ങൾ ഉപയോഗിക്കണം എന്നൊക്കെ? തീർച്ചയായിട്ടും. പലപ്പോഴും നമ്മൾ ആദ്യം ഈണ ഇട്ടിട്ടാണല്ലോ ലിറിക്സ് എഴുതുക. അപ്പോൾ ഗിരീഷേട്ടൻ എങ്ങനെ വന്ന് ഈണമൊക്കെ കേൾക്കും, എന്നിട്ട് പിന്നെ അതിനെ മൈൻഡ് ചെയ്യൂല. ചിലപ്പോൾ ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഗിരീഷ് ഒന്നുകൂടെ പാട് എന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റ് കൊണ്ട് ഇത് എഴുതുന്നത്. അപ്പോൾ ചില ഈണങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അതിൽ ചില ഡമ്മി വാക്കുകളൊക്കെ വരും. അതിന് യാതൊരു അർത്ഥം ഉണ്ടാവില്ല. പക്ഷേ സൗണ്ടിങ് വൈസ് ഇതുപോലെ ആണെങ്കിൽ നന്നായിരിക്കും ഉദ്ദേശിക്കണേ. അപ്പോൾ ഈ ഡമ്മി വാക്കുകളൊക്കെ നമ്മൾ അറിയാതെ പോലെയാണ് നമ്മൾ വരിക പലപ്പോഴും. അപ്പോൾ ഗിരീഷേട്ടൻ്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും ഗിരീഷേട്ടൻ പറയും, നീ ആരടാ? ഗിരീഷ് കുട്ടഞ്ചേരിയോ? ലിറിക്ക് കയറുന്ന കാരണം പാട്ടിനകത്ത് അതാണ്. അത് വേണ്ട, ഞാൻ എഴുതിക്കോളാം, ഇവിടെ ഞാൻ എഴുതാൻ, നീ മ്യൂസിക് ചെയ്താൽ മതി. ഈ ഞാൻ കേട്ടിട്ടുള്ളതാണ്, നമ്മളൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് കേട്ട പരിചയത്തിൽ പറഞ്ഞത്, ഈ നമ്മൾ മ്യൂസിക് ഡയറക്ടർ ഈണം പറയുമ്പം ഒന്നിക്ക് സ്വരങ്ങൾ പറയും, അല്ലെങ്കിൽ
ആകാരം ഉപയോഗിച്ചൊക്കെ പറയും. അപ്പം ഈ ഇളയരാജ സാറ് മറ്റേ ടാ വെച്ചിട്ട് ട ട ട ട ട എന്ന് പറഞ്ഞിട്ടാണെന്ന് ഈ ആറ്റിൻകര ഓരത്തെ ചാറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ വരുമോ? ടായുടെ ഒരു നിരയുണ്ട്. ഇപ്പം ചേട്ടൻ തന്നെ പാട്ടെടുത്താൽ ചില സിറ്റുവേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാനിപ്പം ഇന്നലെ എൻ്റെ നെഞ്ചിലെ ഇപ്പം പറഞ്ഞു 5 മിനിറ്റ് കൊണ്ടുണ്ടായ പാട്ടാണ്. അതിനകത്ത് ഉള്ളിനുള്ളിൽ അക്ഷരപ്പൂട്ടുകൾ, ആദ്യം അക്ഷരപ്പൂട്ട് എന്നുള്ളൊരു 2 വാക്കുകൾ ചേർത്തൊരു വാക്കുണ്ടാകും. ആദ്യം തുറന്നു തന്നു കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈതൊന്നു കൂടെ വന്നു. ഇത് മകന് അച്ഛനെ കുറിച്ചുള്ള ഓർമ്മയാണ്. എന്നാൽ ശിക്കാർ എന്ന് പറയുന്ന ചിത്രത്തിലെ പിന്നെ എന്നോടൊന്നും പറയാതെ എന്നുള്ള പാട്ട് വരുമ്പം അച്ഛന് തിരിച്ചാണ്. വെയിലാൽ നീ വാടുന്നേരം തണലായി ഞാൻ നിൽക്കാൻ ചാരെ, മുടിമാടി കെട്ടാൻ പോലും അറിയാത്ത പ്രായം നിന്റെ എന്നൊക്കെ പറയുന്ന ഇതിൻ്റെ 5 മിനിറ്റ് കൊണ്ട് പാട്ടുണ്ടാവുക എന്ന് പറയുന്നത് ഇപ്പം കേൾക്കുമ്പോൾ ആളുകൾക്ക് വലിയ അസാധ്യമായിട്ട്, കാരണം അതിനൊരു സാധ്യത കുറവുണ്ടല്ലോ. നിങ്ങളുടെ ഈണത്തിൽ സ്വാഭാവികമായ ഗുരുത്വാകർഷണം കൊണ്ട് നമുക്കൊരു ശാഠ്യം വരാം. അതേ ശാഠ്യം ഒരു എഴുത്തുകാരന് ഇവിടെ ഇത് തന്നെ വേണം എന്ന് വരാം. അപ്പൊ ഇതിനെ നമ്മൾ ഏത് പോയിന്റിലാണ് ഒന്ന് ഫിക്സ് ചെയ്യുന്നത്? ഒരു പാട്ടിന്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഒളിച്ചിരുന്നേ ആ പാട്ട്. മുറ്റത്തെത്തും തെറ്റിപ്പൂവിൽ ഒളിച്ചിരുന്നേ ജനകൻ. അപ്പൊ അത് തിരുവനന്തപുരത്തായിരുന്നു. അപ്പൊ ഗിരീഷേട്ടൻ താമസിക്കുന്ന ഹോട്ടലിൽ പോയി ആ റൂമിലിരുന്നു. ഒരു പരസ്യം കയറ്റിക്കോട്ടെ. ജനകൻ അത് സംസ്ഥാന അവാർഡാണ്. രാജലക്ഷ്മി. അപ്പം തുടർച്ചയായി 6 വർഷം കേരള സംസ്ഥാന അവാർഡ് ജയേട്ടന്റെ പാട്ടുകൾക്കാണ് ഫീമെയിൽ സിംഗേഴ്സിന് കിട്ടിയിട്ടുള്ളത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. ഈ കൊല്ലം, അടുത്ത കൊല്ലം അങ്ങനെ 6 വർഷം മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് പാട്ടുകൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒളിച്ചിരുന്നേ. അപ്പോൾ അങ്ങനെ പാട്ട് ഈണം ചെയ്തു ഗിരീഷേട്ടൻ കേട്ട്. ഗിരീഷേട്ടൻ ഈ ആദ്യത്തെ 2 ലൈനിന് ഒരു 10 or 12 പല്ലവികൾ എഴുതി. അപ്പോൾ ഈ 12 കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഗിരീഷേട്ടാ ഇത് ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു സാധനമല്ല. അപ്പോൾ ഗിരീഷേട്ടൻ പറഞ്ഞു, നീ ഉദ്ദേശിച്ച പോലെ ചെയ്യാനല്ല ഞാൻ ഇവിടെ ഇരിക്കണേ. അങ്ങനെ നമ്മൾ തമ്മിൽ സംസാരിച്ച് നല്ലൊരു വഴക്കിന്റെ ഒരു രീതിയിലേക്ക് മാറി. അപ്പോൾ സഹിക്കാൻ വയ്യാതെ ഞാൻ പറഞ്ഞു, ഗിരീഷേട്ടാ ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോയി അവിടെ നിന്ന്. അപ്പോൾ സങ്കടം ചേട്ടനാണല്ലോ. അപ്പോൾ ഗിരീഷേട്ടൻ പറഞ്ഞു, ഇനി നിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യില്ല എന്നും പറഞ്ഞു. ഞാൻ വെളിയിലോട്ട് ഇറങ്ങി. ഞാൻ വണ്ടിയെടുത്ത് വീട്ടിൽ പോയപ്പോഴത്തേക്ക് ആകെ അയ്യോ ഇത് തെറ്റായി പോയല്ലേ, ഇനിയിപ്പോൾ ഗിരീഷേട്ടൻ എൻ്റെ കൂടെ വർക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സ് ഭയങ്കര സങ്കടമായി. അപ്പോൾ വീട്ടിൽ പോയിട്ട് പ്രിയ അടുത്തൊക്കെ പറഞ്ഞു ഇതിങ്ങനെയൊക്കെ പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രാത്രിയായിട്ടും ഗിരീഷേട്ടനെ അങ്ങോട്ട് വിളിക്കണം എന്നുണ്ട്, പക്ഷെ വിളിക്കാനായിട്ട് ഒരു ധൈര്യവും കിട്ടുന്നില്ല. മാത്രമല്ല ഒരു എന്തോ ഒരു മനസ്സിൽ വല്ലാതെ ഇങ്ങനെ ഒരു പെയിൻ ഇങ്ങനെ പോയിൽ ചെയ്ത് വരുന്നു. രാവിലെ ഒരു 5 മണിയായപ്പോഴത്തേക്കും ഒരു ഫോൺ വന്നു. അപ്പം ഞാൻ നല്ല ഉറക്കമാണ്. അപ്പോൾ മോനെ കുട്ടാ, എൻ്റെ മോനല്ലേ, എടാ നീ വാടാ, ഗിരീഷേട്ടൻ നിനക്ക് എത്ര ഇഷ്ടത്തോടു കൂടിയാണ് പാട്ട് എഴുതി വെച്ചിരിക്കുന്നത് നിനക്കറിയാമോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉടനെ ചാടി എഴിച്ച് കുളിക്കാൻ പോലും നിന്നില്ല, പെട്ടെന്ന് അങ്ങോട്ട് പോയി. അവിടെ പോയി കഴിയുമ്പോഴത്തേക്കാണ് ഈ പേപ്പറിൽ ഒളിച്ചിരുന്നേ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അത് മറക്കാനാവാത്ത കണ്ണ് നിറച്ച ഒരു സന്ദർഭമായിരുന്നു. അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് കിട്ടിയ കഥാവശേഷൻ എന്ന് പറയുന്നതിലെ കണ്ണ് നട്ട് കാത്തിരുന്നട്ടം എന്ന് പറയുന്ന പാട്ട്, അത് ചേട്ടനാണ് സംഗീതം. ഈ കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എന്ന് പറഞ്ഞ പാട്ട് അതിൻ്റെ കമ്പോസിങ് സെഷനിലാണ് ശരിക്കും ഗിരീഷേട്ടൻ ശരിക്കും വളരെ ഇമോഷണലായിട്ട് കരഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ മാറിലോട്ട് ഇങ്ങനെ ചാഞ്ഞ് ശരിക്കും എൻ്റെ ഷർട്ടൊക്കെ നനഞ്ഞിട്ടുണ്ട് ആ സമയത്ത്. എന്ന് പറഞ്ഞാൽ ആ കണ്ണുനീര് കൊണ്ട്. കാരണം ഗിരീഷേട്ടൻ്റെ പഴയ കാലങ്ങൾ ഗിരീഷേട്ടൻ്റെ ഓർമ്മ, കൊച്ചു കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന വീട്, അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ പുസ്തകത്തിൽ അത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കുമ്പിളിൽ വിളമ്പിയ പൈമ്പാലം ഓർത്ത് ഞാൻ അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു. അന്നത്തെ അന്തിയിൽ അത്താഴ പാത്രത്തിൽ അമ്മ തൻ കണ്ണീരോ തിളച്ചിരുന്നു. അങ്ങനെ ഞാൻ അന്നും കരഞ്ഞിരുന്നു. അപ്പം ഞാൻ അന്നും കരഞ്ഞിരുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് അത് വല്ലാണ്ട് ഫീൽ ചെയ്തു. എന്ന് പറഞ്ഞാൽ അതൊരു പെയിൻ്റെ ജേണിയാണ്. ആ പെയിനിൽ നിന്നായിരിക്കണം മിക്കവാറും ഗിരീഷേട്ടൻ്റെ ഈ പാട്ടുകളൊക്കെ ഉണ്ടായതെന്നുള്ളത്. അപ്പോൾ കണ്ണുനട്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് കണ്ണുനട്ട് കാത്തിരുന്നതിനെ കുറിച്ച് പറയുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് വിദ്യാധരൻ മാഷ് അതിനെക്കുറിച്ച് ഓർക്കുന്നത് ഒന്ന് കേൾക്കാം. തീർച്ചയായും. ഗിരീഷ് പുത്തഞ്ചേരിയെ ഓർക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമയായിട്ട് ബന്ധപ്പെടുന്നതിനേക്കാൾ മുൻപുള്ള ഓർമ്മകൾ വരിക. അതിഗംഭീരമായിട്ട് എഴുതുന്നു, പാട്ടുകൾ എഴുതുന്നു,
കഥകൾ എഴുതുന്നു, ഒരുപാട് സാഹിത്യ സൃഷ്ടികൾ എഴുതാൻ കഴിയുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് പിന്നീട് നമ്മളത് മനസ്സിലാക്കുന്നു. ആദ്യകാലങ്ങളിൽ എനിക്ക് കുറേ പാട്ടുകൾ അയച്ചു തരിക, ഒരു 10-15 പാട്ട് അയച്ചു തന്നിട്ട് ഞാനിങ്ങനെ കോഴിക്കോട് ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരാളാണ്. എന്തെങ്കിലും അവസരം വന്നാൽ ഞാനും കുറേശ്ശെ എഴുതാൻ ശ്രമിക്കുന്ന ആളാണ്. ഇതൊന്ന് പറ്റിയതൊക്കെ നോക്കിയെടുത്തോളൂ എന്ന് പറഞ്ഞ് എനിക്ക് പാട്ട് അയച്ചു തരിക. അതിന് ശേഷമാണ് ഇദ്ദേഹം സിനിമയിൽ പാട്ട് എഴുതുന്നതും ഒരു പാട്ടെഴുത്തുകാരനായിട്ട് ലോകം കീഴടക്കി നമ്മളെയൊക്കെ മോഹിപ്പിച്ച ഒരു എഴുത്തുകാരനായിട്ട് വരുന്നത്. സിനിമ വളരെ കുറച്ചേ ഞങ്ങൾ 2-3 പടങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ള പാട്ടുകൾ അദ്ദേഹത്തിനുള്ളൂ. എന്നിരുന്നാലും അദ്ദേഹം ചെയ്ത പാട്ടുകളും ഒരുപാട് നമ്മുടെ സിനിമാ രംഗത്തുള്ള പ്രശസ്തരുടെയൊക്കെ ഒരിക്കലും മനസ്സിൽ നിന്നും വിട്ടുപോകാത്ത പാട്ടുകൾ ഉണ്ടാക്കിയ ആൾ അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഞാൻ പാടുകയുണ്ടായി, കണ്ണു നട്ട് കാത്തിരുത്തിട്ടും എന്ന് പറയുന്ന എം ജയചന്ദ്രനെ കൊണ്ട് ചെയ്യിച്ച കഥാവിശേഷം എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട്. അപ്പോൾ ഞാൻ പാട്ടുകാരനായിട്ട് ആഗ്രഹിച്ച് ഒരുപാട് കാലങ്ങൾ താണ്ടി നടന്ന ഒരാൾ ഈ ഒരു പാട്ട് എന്നെ കൊണ്ട് പാടിക്കുകയും ഞാനത് പാടി കഴിഞ്ഞപ്പോൾ ഭാവഗായകൻ ജയേട്ടൻ 4 വരി പാടിയിട്ടുണ്ട്, പക്ഷേ 8 വരി മേജർ പോർഷൻ ഞാനാണ് പാടിയത്. കണ്ണും തൊട്ട് കാത്തിരുന്നിട്ട് പാടാണ്ട് എനിക്കൊരു വേദിയിൽ പോരാൻ പറ്റില്ല. ഗിരീഷ് പുത്തഞ്ചേരിക്ക് ആ പാട്ടിൻ്റെ രചനയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഇത് നമുക്ക് ഒരിക്കലും അദ്ദേഹത്തിനൊന്നും മറന്നില്ല. എല്ലാ പാട്ടുകളെക്കുറിച്ചും ഒരു ദിവസമെങ്കിലും കേൾക്കാതിരിക്കാൻ പറ്റുന്ന രചയിതാവല്ലായിരുന്നു അദ്ദേഹം. അപ്പം അദ്ദേഹം ഓർമ്മയ്ക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നു. ഞാൻ ഒരാളെ കൂടെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഓർമ്മയിലെന്നും എന്ന് പറയുന്ന ഈ പരിപാടി സംപ്രേഷണം ചെയ്ത ആദ്യത്തെ എപ്പിസോഡ് പ്രേം നസീർ സാറിൻ്റെ ആണെങ്കിലും ഈ ഫ്ലോറിൽ ഇങ്ങനെ ഇരുന്ന് ഷൂട്ട് ചെയ്തത് മറ്റൊരു എപ്പിസോഡാണ്. അങ്ങനെ ഷൂട്ട് ചെയ്ത എപ്പിസോഡിൽ ആദ്യമായി ഒരു അതിഥിയായി ജയേട്ടനിരുന്ന കസേരയിലേക്ക് വന്നതും ഞങ്ങളെ അനുഗ്രഹിച്ചതും ഈ പരിപാടിക്ക് വേണ്ടി എല്ലാ ആശംസകൾ നേർന്നതുമായ ഒരാൾ, ഒരുപാട് മികച്ച ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച സംവിധായകൻ. ഇപ്പം പറഞ്ഞ പോലെ കാലം എത്ര കഴിഞ്ഞാലും ആ ചിത്രങ്ങൾ മലയാള സിനിമയെക്കുറിച്ച് എഴുതുമ്പോൾ, മലയാള സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, എണ്ണുമ്പോൾ എല്ലാം ഈ സംവിധായകന്റെ ചിത്രങ്ങൾ ആ എണ്ണങ്ങളിലൂടെ കടന്നുപോകും. അത്രയേറെ പ്രഗത്ഭനായ സംവിധായകൻ, ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട കമൽ സാർ. സാർ ഒരിക്കൽ കൂടി സ്വാഗതം. ഒരുപക്ഷെ ഈ പരിപാടി ഇങ്ങനെ തുടങ്ങിയതിന് ശേഷം ചിലരൊക്കെ ഈ അമൃത ടി വിയിൽ തന്നെ പണ്ട് സംപ്രേഷണം ചെയ്തിട്ടുള്ള സമാഗമം എന്ന് പറയുന്ന ഒരു പരിപാടിയെ കുറിച്ച് പറയാറുണ്ട്. അതിലൊരു പക്ഷേ സാറിൻ്റെ ഒരു പടത്തിലെ പാട്ടിനെ കുറിച്ച്, ഈ പുഴയും കിടന്ന് എന്ന് പറയുന്ന ചിത്രത്തിലെ ഗാനങ്ങളെ കുറിച്ചാണ് ഗിരീഷൻ ഏറ്റവും കൂടുതൽ വാചാലനായി സംസാരിച്ചതും പറഞ്ഞതും ആ പാട്ടുകളെ കുറിച്ചാണ്. കൈതപ്പുറം തിരുമേനിയാണ് സാറിൻ്റെ കുറേ അധികം പടങ്ങൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒരു പോയിന്റിൽ കൈതപ്പുറം തിരുമേനിനെ മ്യൂസിക് ഡയറക്ടർ ആക്കിയിട്ട് പുത്തഞ്ചേരി ചേട്ടനെ കൊണ്ട് എഴുതിച്ചിട്ടുണ്ട്. ആ ഒരു പോയിന്റ് എന്തായിരുന്നു? അതിന്റെ തീരുമാനങ്ങളിലേക്ക് എങ്ങനെയാ എത്തിയത്? അതൊരു തമാശയായിരുന്നു. കാരണം ആദ്യകാലത്തൊക്കെ കൈതപ്പുറമാണ് പാട്ടുകൾ എഴുതുക എൻ്റെ. അപ്പോൾ ഗിരീഷ് ഞാനും തമ്മിലുള്ളൊരു ബന്ധം തുടങ്ങുന്നത് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്ന സിനിമ മുതലാണ്. രഞ്ജിത്ത് ആദ്യമായിട്ട് തിരക്കഥ എഴുതിയ സിനിമ അതാണ്. മഹാറാണി ഹോട്ടലിൽ രഞ്ജിത്തിൻ്റെ കൂടെ തിരക്കഥാ ചർച്ചയിൽ ഞാനും രഞ്ജിത്തും ഗിരീഷ് പുത്തഞ്ചേരി വരും. രഞ്ജിത്തിനോട് ഒപ്പം ഇരുന്നിട്ട് കോപ്പി എടുക്കാനൊക്കെ ആയിരുന്നു ഗിരീഷ്. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ സൗഹൃദം ഉണ്ടാകുന്നത്. പിന്നീട് കുറേ സിനിമകളിൽ ഗിരീഷ് പാട്ട് എഴുതി. ഗിരീഷ് വലിയ പാട്ടെഴുത്തുകാരനായി. പക്ഷേ എൻ്റെ പടങ്ങളിൽ പാട്ട് എഴുതിയിട്ടില്ല. എല്ലാ പടത്തിലും കൈതപ്പുറമാണ്. അപ്പോൾ എപ്പോൾ കാണുമ്പോഴും ഗിരീഷ് പരാതി പറഞ്ഞായിരുന്നു, നിങ്ങൾ എന്നെ മാത്രം വിളിക്കണില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എന്തോ കാരണത്താൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് കൈതപ്പുറമായി. പിന്നെ ഗിരീഷ് ആദ്യമായിട്ട് എനിക്ക് പാട്ട് എഴുതുന്നത് ഈ പുഴയും കടന്നിലാണ്. ജോൺസൺ മാഷ് മ്യൂസിക്. ആ പാട്ട് എല്ലാ പാട്ടുകളും, അതിൽ 5 പാട്ടുണ്ടായിരുന്നു. 5 പാട്ടുകൾ ഹിറ്റായി. ഇമ്മീഡിയറ്റ് വന്ന പടം കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത്, അതിലെ പാട്ടുകൾ വലിയ ഹിറ്റായി. അപ്പോൾ ഈ 2 പടം ഗിരീഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കൈതപ്പുറത്തിന് ചെറിയൊരു പിണക്കമാണോ എന്നൊരു സംശയം. നിങ്ങൾ ഗിരീഷിൻ്റെ ആളായല്ലോ എന്നുള്ളൊരു ഇത് കൈതപ്പുറത്തിന് തോന്നിയിട്ടുണ്ടാവും. അടുത്ത പടം കൈക്കുടം നീലാവാണ്. അത് രഞ്ജിത്താണ് സ്ക്രിപ്റ്റ്. അപ്പോൾ രഞ്ജിത്ത് സ്ക്രിപ്റ്റും ഞാൻ ചെയ്യുന്നു. അപ്പോൾ ആരാ മ്യൂസിക് ഡയറക്ടർ എന്നുള്ള ഞങ്ങൾ അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഡിസ്കഷനിൽ, അപ്പോൾ ഞാൻ ഇങ്ങനെ ആരെങ്കിലും ജോൺസണോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ പറയുന്നു, ഔസേപ്പച്ചനൊക്കെ ആവാം എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ ഗിരീഷിനെ കൊണ്ട് പാട്ട് എഴുതിക്കണം എന്ന്. അപ്പോൾ ഞാനും കൃഷ്ണകുടി ഗിരീഷാണല്ലോ, രഞ്ജിത്തിൻ്റെ ഒരു താല്പര്യം അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൈതപ്പുറം ഇങ്ങനെ പണിയൊക്കെയാണ്, ഒരു പാട്ട് എന്നാൽ കൈതപ്പുറത്തിന് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് 2 പാട്ട് ഗിരീഷോ അല്ലെങ്കിൽ 2 പാട്ട് കൈതപ്പുറം അങ്ങനെയൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ രഞ്ജിത്ത് പറഞ്ഞ് ആലോചിക്കുക എന്നിട്ട് തീരുമാനിക്കുക എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ രഞ്ജിത്തിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു മനസ്സിലൊരു സംഭവം തോന്നുന്നത്,
അതായത് ഇപ്പോൾ കൈതപ്പുറം മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ എന്ന് സ്വന്തം ജാനകുട്ടി മറ്റേ ഇതൊക്കെ കഴിഞ്ഞിരിക്കുന്ന ദേശാടനമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. കൈതപ്പുറത്തിനെ കൊണ്ട് മ്യൂസിക് ചെയ്യിച്ചാലോ, ഗിരീഷ് പാട്ട് എഴുതിയാലോ എന്ന് ഞാൻ രഞ്ജിയോട് പറഞ്ഞു. രഞ്ജി ഉറക്കങ്ങ് ചിരിച്ചു, കുറേ നേരം ചിരിച്ചിട്ട് പറഞ്ഞു നടന്ന കാര്യമുള്ള 2 ആൾക്കാരും തമ്മിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാമെന്നൊരു തമാശ ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് വെച്ചു. 2 പേരും ഈഗോ കണ്ടുപിടിച്ച ആൾക്കാരാണ്. അത് മാത്രമല്ല അവർ തമ്മിൽ എപ്പോഴും അറിയാതൊരു എന്താ നമ്മൾ പറയില്ലേ, ഈ ആരോഗ്യപരമായ ഒരു മത്സരം ഉള്ളതുകൊണ്ട് തന്നെ 2 പ്രതിഭകൾ തമ്മിൽ ഇപ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്നത് എം ടി സാറ് മരിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ എം ടി സാറും പപ്പേട്ടനെ കുറിച്ചും അങ്ങനെ ടി പത്മനാഭനെ കുറിച്ച് പറയാറുണ്ട്. അവർ നല്ല സുഹൃത്തുക്കളാണെങ്കിലും ഒരു ബദ്ധവൈരികളെ പോലെയാണ്. അതേപോലെ തന്നെയാണ് ഗിരീഷും കൈതപ്പുറം എന്നുള്ളത് തന്നെ നടക്കാൻ പോകില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ശ്രമിക്കാം. രഞ്ജി പറഞ്ഞ് ശ്രമിക്കും. ഞാൻ പറഞ്ഞു ഞാൻ കൈതപ്പുറത്തിനെ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ തിരുമേനിനെ വിളിച്ചു. തിരുമേനി വിളിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും പാട്ട് എഴുതാനെന്നുള്ള അർത്ഥമില്ല. ഞാൻ പറഞ്ഞു തിരുമേനി പാട്ട് എഴുതാനല്ല, നിങ്ങൾ മ്യൂസിക് ചെയ്യണം. ഓ സന്തോഷം. അപ്പം മ്യൂസിക് കുറേ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വളരെ സന്തോഷം, രഞ്ജിത്താണ് എഴുതുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളി തന്നെ ഇരിക്കുമല്ലോ എഴുതാൻ, ലിറിക്ക് എഴുതുന്ന പുള്ളി തന്നെയാണല്ലോ. ഞാൻ പറഞ്ഞു പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇതിൻ്റെ അകത്ത് ലിറിക്ക് എഴുതുന്നത് നിങ്ങളല്ല, വേറെ ആളാണ്. അതായിരുന്നു ONV സാറാണോ എന്ന് ചോദിച്ചു ഉടനെ എന്നോട് ആദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു ONV സാറല്ല, പക്ഷെ നിങ്ങളെപ്പോലെ നിങ്ങളുടെ സമകാലീന ഒരാളാണെന്ന് പറഞ്ഞു. പുള്ളി ഒരിക്കലും ഗിരീഷാണെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതാരാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പേരൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഒന്നുമല്ല, ഗിരീഷ് പുത്തഞ്ചേരിയാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് അവിടെ നിന്നൊരു സൈലൻ്റ്, കുറച്ച് നേരം സൈലൻസാണ് ഫോണിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു തിരുമേനി ഫോൺ വെച്ചോ? ഇല്ല ഇത് നിങ്ങൾ തമാശ പറഞ്ഞാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തമാശയല്ല, നിങ്ങൾ മ്യൂസിക് ചെയ്യുന്നു, ഗിരീഷ് പാട്ട് എഴുതുന്നു, നടക്കാൻ പോണ കാര്യമാണോ പുള്ളി എന്നോട് കൂടി ചോദിച്ചു. ഗിരീഷ് അങ്ങനെ ചെയ്യുമോ? ഞാൻ പറഞ്ഞു ഗിരീഷ് ചെയ്യും, ഞാൻ സംസാരിക്കാം, അല്ലെങ്കിൽ രഞ്ജിത്ത് സംസാരിക്കും എന്ന് പറഞ്ഞു. സംസാരിച്ചു നോക്ക്, ഗിരീഷിന് ഓക്കെയാണെങ്കിൽ എനിക്ക് ഓക്കെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഗിരീഷിനെ വിളിച്ചു. ഗിരീഷ് ഇതേപോലെ തന്നെ പറഞ്ഞു തിരുമേനി സമ്മതിക്കോ? തിരുമേനി ഓക്കെയാണെന്ന് ഞാൻ പറഞ്ഞ് അതൊരു വിസ്മയം പോലെയാണ് ഗിരീഷ് എടുത്തത്. അതിൻ്റെ അടുത്ത ദിവസം കോഴിക്കോടാണ്. കോഴിക്കോട് നമ്മൾ വെസ്റ്റ് ഹില്ലിലെ ഗസ്റ്റ് ഹൗസിലാണ് ഞാനും രഞ്ജിത്തും തിരുമേനിയും വന്നു, ഗിരീഷും വന്നു. ആ കൂടിച്ചേർന്ന ഇരിപ്പ് ഭയങ്കര മറക്കാൻ പറ്റാത്തൊരു 5-6 ദിവസങ്ങളായിരുന്നു. കാരണം ഇവർ തമ്മിൽ ഈ പറയുന്ന ആരോഗ്യകരമായ ശത്രുതയുണ്ടോയെന്നൊന്നും നമുക്ക് തോന്നിയേയില്ല. വളരെ സൗഹാർദ്ദമായിട്ട് ഒരുമിച്ച് മുറുക്കുക, ഒരുമിച്ച് തമാശകൾ പറയുക, പഴയ പാട്ടുകൾ പാടുക. അങ്ങനെ ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കമ്പോസിങ് തുടങ്ങിയത് തന്നെ. അത് തുടങ്ങിയത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. ആദ്യം ചെയ്ത പാട്ട് മലയണ്ണാർ കണ്ണൻ എന്നുള്ള മാർഗഴി പാട്ടാണ് ആദ്യം ചെയ്തത്. ഇനിയും പരിഭവം വരുത് എന്ന് വെച്ചിട്ട് കാവേരി തീരത്തെ. അതെ, എല്ലാ പാട്ടുകളും ഹിറ്റായാണ്. അതിൻ്റെ അതൊരു വലിയ അനുഭവമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ 2 പേര് ഒരുമിച്ചൊരു സിനിമയിൽ ഒരുമിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞത് വലിയൊരു സന്തോഷം. അത് പുത്തഞ്ചേരി സാറിനെ കുറിച്ച് അറിയിക്കുമ്പോഴേ നമ്മളിപ്പോൾ ഹരിമുരളീരവം, ഈ ഹരിമുരളീരവം എഴുതുന്ന ആള് തന്നെ ഡിങ്കിരി പട്ടാളമൊക്കെ എഴുതും. മറ്റേത് അറിഞ്ഞോ അറിയാതെ ചിലപ്പോൾ അടിപൊളി പാട്ടിനൊരു മ്യൂസിക് ഡയറക്ടർ, മറ്റൊരു മ്യൂസിക് ഡയറക്ടർ എന്നൊക്കെ ഇപ്പം അങ്ങനെ തിരിയുമല്ലോ. ഇത് അങ്ങനെയല്ല. ഡിങ്കിരി പട്ടാളം, വടികടാര വെടി പടകമോടെ ജനം ഇടി തുടങ്ങി മകനെ, സ്കെലിറ്റൻ ചിരിക്കും പോലെ ചിരിക്കുന്ന മോന്തായം എന്ന് എഴുതും, സൂര്യകിരീടം വീണുടഞ്ഞു എന്ന് ഉള്ളത് എഴുതും. അല്ല അതൊരു വലിയ, എനിക്ക് ജയണ്ട തന്നെ ആദ്യകാലത്തൊരു പാട്ടുണ്ട് രജപുത്രൻ എന്ന് പറഞ്ഞ, ഹലോ മിസ്റ്റർ റോമിയോ മാസ്റ്റർ വെരി വെരി റൊമാൻറ്റിക് സ്റ്റാർ. അത് കച്ചേരി ഗസല് പാടാൻ വിക്രം തബല ദിനം പൊളിച്ച് എന്ത് ഒരു സർക്കസാണ് അതിനകത്ത്. അത് ഇവരുടെ ഒരു വലിയ പ്രതിഭയാണ്. അതെനിക്ക് തോന്നുന്നത് ബിച്ചു തിരുമലായിരുന്നു ഇതിന്റെ മാസ്റ്റർ. ബിച്ചുവേട്ടൻ ഇതുപോലെ എന്ത് സംഭവം, എന്ത് ട്യൂൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും അതിന് പദങ്ങൾ ഉണ്ടാക്കാൻ ഒറ്റ വാക്കൊക്കെ വെച്ചിട്ടും അല്ലെങ്കിൽ ഒരു അക്ഷരം വെച്ചിട്ടൊക്കെ പുള്ളി പാട്ടുണ്ടാക്കും. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഗിരീഷ് എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും. ഇപ്പോൾ വളരെ ഭാവസാന്ദ്രമായിട്ടുള്ള പദങ്ങൾ കൊണ്ടുള്ള പാട്ടുണ്ടാക്കാനും അതുപോലെ ഈ ബഹളം ഉണ്ടാക്കുന്ന പാട്ടുകൾ ഉണ്ടാക്കാനും ഇങ്ങനെ രണ്ട് എഡ്ജും അറ്റം പിടിക്കുന്ന ആളാണ്. അത് മാത്രമല്ല ജോണർ എടുത്ത ഭക്തി, അതെ, ഭക്തി, പ്രണയം, വിരഹം, അത് ഇതിന്റെ എല്ലാ തരം പമ്പാ ഗണപതി, മച്ചകത്തമ്മയെക്കാലം തൊട്ട് വന്നിച്ച് ചിന്താവിഷ്ട നമ്മളേക്ക് പാട്ടുകൾ, എല്ലാ തരം പാട്ടുകളും എഴുതിയിരുന്നു എന്നുള്ളതാണ്. ഈ തിരക്കഥ രചന അല്ല അങ്ങനത്തെ പരിപാടികളിൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾ ഡിസ്കഷനോ വർത്തമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ സംവിധായകൻ എന്നുള്ള നിലയിൽ? തീർച്ചയായിട്ടും. ഞങ്ങൾ ഒരു സത്യത്തിൽ ഒരു സ്ക്രിപ്റ്റ് പുള്ളി എഴുതിയത് ഞങ്ങൾ കുറേ ദിവസം ഡിസ്കസ് ചെയ്ത്, ഇതൾ പോലെ എന്നായിരുന്നു അതിൻ്റെ പേര്, ഇതൾ പോലെ അദ്ദേഹം പേരിട്ടിട്ടുണ്ടായിരുന്നു. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കഥയായിരുന്നു അത്. നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന സ്ക്രിപ്റ്റ് കൊണ്ടുവന്ന് കുറേ ഇത് ചെയ്തു. പക്ഷേ അതിനകത്ത് സെക്കൻഡ് ഹാഫിലെ കുറേ പോർഷൻസ് ഗിരീഷിന് തന്നെ കുറേ അവ്യക്തത ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് നമുക്ക് ഒരുമിച്ചിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിരിഞ്ഞു.
പിരിഞ്ഞിട്ട് പിന്നെ നടന്നില്ല. ആ സമയത്താണ് ഗിരീഷിന് അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കുറച്ച് കാലം ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ എനിക്ക് തോന്നുന്നത് ഗിരീഷ് അതിലേക്കും എന്നോട് പറഞ്ഞിട്ടില്ല, എന്നോട് സംസാരിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ഞാനും അതിനുവേണ്ടി താല്പര്യം എടുത്തില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഗിരീഷിന് മനസ്സിൽ എന്നും ഒരു കഥാകൃത്ത് കൂടി ഉണ്ടായിരുന്നു, തിരക്കഥാകൃത്ത് കൂടി ഉണ്ടായിരുന്നു. മേലേപ്പറമ്പിലാൻ വീടിന്റെ കഥ പുള്ളിയുടെയാണ്. ഗിരീഷന്റെ വടക്കുന്നാഥം ബല്ലാവൂർ ദേവനാരായണൻ കുറെ കിന്നരിപ്പുഴയോരെന്ന് പറയുന്ന ഒരു പടമുണ്ട്. കിന്നരിപ്പുഴയൊരു ഫുൾ ഹ്യൂമർ പടമാണ്. അതിലാണ് ഈ ഇംഗ്ലീഷ് മരുന്ന് പൊടിച്ച് ക്രോസിനാദി വടം ടെലൂസിലാദി ലേഹ്യം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പടമൊക്കെ തിരക്കഥ എഴുതുക. ഹ്യൂമർ സെൻസ് ഉണ്ടായിരുന്ന ആളാ അല്ലേ? നല്ല നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ വളരെയധികം. മാത്രമല്ല നിമിഷ നേരം കൊണ്ട് ഒരു കഥ ഉണ്ടാക്കി അങ്ങ് പറയും. ഇത് നമ്മൾ കേൾക്കുമ്പോൾ തോന്നും ഇത് ശരിക്കും ഉണ്ടായ ഒരു കഥയാണെന്ന്. പക്ഷേ ഒരിക്കലും നടന്നിട്ടില്ലാത്തതും അങ്ങനെ ഒരു കഥാപാത്രം പോലും ഉണ്ടാവില്ല. അപ്പോൾ ഗിരീഷേട്ടന് അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു, ഇങ്ങനെ കഥ ഉണ്ടാക്കി പറയുക എന്നുള്ളത്. ഒരുപാട് മനോഹരമായ പാട്ടുകൾ ഗിരീഷേട്ടനോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള സംഗീത സംവിധായകരായ ബേണി ഇഗ്നേഷ്യസ് സാർ ഇപ്പം നമ്മളാണ് അദ്ദേഹത്തെ ഓർക്കുന്നു. ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറയുന്നത് എൻ്റെ ഒരു സഹപ്രവർത്തകൻ മാത്രമായിരുന്നില്ല. അദ്ദേഹം എൻ്റെ ഒരു കുടുംബ സുഹൃത്തായിരുന്നു. പലപ്പോഴും ഇവിടെ വരികയും ഭക്ഷണം കഴിക്കുക, എന്നെ കൂടി കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. തന്നെയുമല്ല, അദ്ദേഹം സഹകരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് പാട്ട് എഴുതാനെന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് പാട്ട് റെഡിയാവും. ചെറിയ കറക്ഷൻസ് പറഞ്ഞാൽ അപ്പം തന്നെ വീണ്ടും റെഡിയാവും. ഒരു വാക്കിൻ്റെ അളവ് മാറ്റി വേറൊരു അളവിലുള്ള സാധനം ഞാൻ എൻ്റെ അളവ് ഇതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4-5 വാക്കുകൾ അതേ മീനിങ് ഉള്ളത് അപ്പം തന്നെ വെച്ച് വരും പുള്ളി. അത്രയ്ക്ക് ടാലൻറ്റഡ് ആയിട്ട് ആളായിരുന്നു. പദസ്വാധീനം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനുള്ള പോലെ വേറെ ആർക്കും ഞാൻ കണ്ടിട്ടില്ല. തന്നെയുമല്ല, അദ്ദേഹം തേന്മാവും കുമ്പത്തിൻ്റെ സമയത്ത് ടേക്കിൻ്റെ സമയത്ത് പറയണ്, ആ ചരണത്തിൻ്റെ എൻഡിൽ ടണ്ടടൻ 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 ടണ്ടം എന്നൊരു സാധനം എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ 2 സെറ്റ് എഴുതി തരും. അപ്പോൾ എനിക്ക് വളരെ അത്ഭുതമായിരുന്നു. അദ്ദേഹമായിട്ട് ആദ്യമായിട്ട് കൂടിയത് തേന്മാവും കുമ്പത്തിലാണ്. ഫസ്റ്റ് പടത്തിൽ കെ ജയകുമാർ സാറായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഗാന രചന നടത്തിയത്. അപ്പോൾ ഇത് തുടങ്ങിയപ്പോഴത്തേക്കും തേന്മാവും കുമ്പത്തിൻ്റെ സമയത്ത് മൊത്തം കള്ളിപ്പൂങ്കൂൽ എന്നുള്ളതിൻ്റെ തുടക്കം വേറെ ആയിരുന്നു. ടേക്കിൻ്റെ സമയപ്പോഴാണ് ഞാൻ പറഞ്ഞത് കള്ളിപ്പൂങ്കൂൽ എന്നുള്ളത് ആ കന്നി തേനുണ്ണം വരുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും വിളിയായിട്ട് തുടങ്ങുന്നത് അപ്പം തന്നെ വേറെ എഴുതി തന്നു. അപ്പോൾ അങ്ങനെ പുള്ളിക്ക് എന്ത് വേണമെങ്കിലും ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാനറിയാവുന്ന ഒരാളും അതിനുള്ള കഴിവുള്ള ആളുമായിരുന്നു. തേന്മാവും കുമ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിലെ ഈ കള്ളിപ്പൂങ്കുയിലെ എന്ന് പറയുന്ന പാട്ട് ആ സിനിമയുടെ കഥയാണ്. മിന്നാര പൊൻകൂട്ടിൽ മിന്നുമ പൊന്മുട്ട കാകന്റെ എന്ന് ചൊല്ലി കള്ളക്കഥ മുഴുവൻ എല്ലാം കാറ്റേറ്റി വല്ലി ഊരാകെ തെണ്ടുന്ന ഒരു അമ്പലപ്രാവുകൾ നാടാകെ പാടി. അതിന്റെ വിഷ്വൽസ് കറക്റ്റ് കട്ട് ചെയ്തിട്ടേക്കുന്ന അതിലെ ക്യാരക്ടേഴ്സ് വളരെ സിങ്കായിട്ട് എഴുതിയിട്ടുള്ളതാണ്. അപ്പം പുത്തഞ്ചേരി സാറിനെ കുറിച്ച് ഒരു എപ്പിസോഡ് നമ്മളിങ്ങനെ പറഞ്ഞ് മുന്നിലേക്ക് പോകുമ്പോൾ അതിൽ തീർച്ചയായും ഒരു പാട്ടിന്റെ സാന്നിധ്യം വലിയ ആവശ്യമാണ്, പാട്ടുകാരുടെ സാന്നിധ്യം വലിയ ആവശ്യമാണ്. ഇന്ത്യ ഒട്ടാകെയുള്ള എല്ലാ ഭാഷകളിലും ഒരുപാട് സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ള മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഗായിക. വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ഗായിക സുജാത ചേച്ചി. ചേച്ചി സ്വാഗതം. സന്തോഷം പിഷാരടി, കുറെ നാളെ ഇങ്ങനെയൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഒരുപാട് മനോഹരമായ പാട്ടുകൾ, പുത്തഞ്ചേരി സാറിന്റെ പാട്ടുകൾ, എത്രയോ പാട്ടുകൾ പാടിയിട്ടുള്ള ഒരാളാണ്. ആരൊരാൾ തുരൽമഴയിൽ, മറന്നിട്ടും എന്തിനോ, തൊട്ടുരുമിയിരിക്കാൻ കൊതിയായി, കരിമിഴിക്കുരുവിയെ കണ്ടിട്ടില്ല, എത്രയോ ജന്മമായി, ഇങ്ങനെ പറഞ്ഞാൽ തീരാത്തത്രയും പാട്ടുകൾ, കാക്കക്കറുമ്പൻ കണ്ടാൽ കുറുമ്പനൊക്കെ കൂടെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ള ആളാണ്. മാത്രമല്ല സുജാ ചേച്ചിയുടെ ഒരു വരുമ്പോഴുള്ളൊരു പ്രസക്തി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പുത്തഞ്ചേരി സാർ ആദ്യമായിട്ട് ഒരു ലിറിക്സ് എഴുതുന്നത് ഒരു കാസറ്റാണ് അല്ലേ? അതെ, അത് ദാസേട്ടന്റെ തരങ്കിണി ഇറക്കിയ കാസറ്റാണ്. പ്രേമോപഹാരം അല്ലേ? അതിൽ ഒരു മഴമേഘം പോലെ നഭസിൽ ഒഴുകി അലഞ്ഞു തളർന്നു എന്ന് പറഞ്ഞൊരു പാട്ടാണ്. രഘുകുമാറാണ് മ്യൂസിക്. അപ്പോൾ ഗിരീഷ് പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ പറയാറുണ്ട് അന്നത്തെ ആദ്യത്തെ റെക്കോർഡിങ്. ഞാൻ അധികം ഞങ്ങൾ ഗിരീഷിനെ കാണാറില്ല റെക്കോർഡിങ്, ഇവരൊക്കെയല്ലേ കൂടെ എപ്പോഴും വർക്ക് ചെയ്യണേ. അന്ന് പക്ഷെ അദ്ദേഹം ഉണ്ടായിരുന്നു. ഈ ഫസ്റ്റ് പാട്ടായതുകൊണ്ട് രണ്ടുപേരും പാട്ട് നല്ലോണം അറിയാവുന്നവരാണ്. ഗിരീഷ് നല്ലോണം പാടും, രഘുവേട്ടൻ പിന്നെ അറിയാമല്ലോ, ചെറിയ മൈനർ സാധനങ്ങളൊക്കെ പിടിക്കും, അങ്ങനത്തെ ഒരാളാണ്.
പക്ഷെ നല്ല റെക്കോർഡിങ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അസാധ്യമായിട്ട് പാടും. ഓ ഗിരീഷേട്ടൻ അസാധ്യമായിട്ട് പാടും. ചേച്ചി കേട്ടിട്ടില്ലേ? അയ്യോ, പിന്നെ അസലായിട്ട് പാടും. ഗിരീഷിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഏത് കുനിഷ്ഠ ട്യൂൺ ഉണ്ടെങ്കിലും അല്ലേ, അതെ, ആ ലിറിക്ക് എഴുതാനായിട്ട് പറ്റുന്നതിന് സംഗീതം അറിയാവുന്നതുകൊണ്ട് തന്നെയാണ്. ജയന്റെ ഒരു പാട്ടുണ്ട് ബാലേട്ടനില്, ആ പാട്ട് ചിലും അത് ചിലു ചിലും ചിരി ചിലമ്പും ചിലങ്കയോ ശലഭമോ എന്നൊക്കെ പറഞ്ഞ അത് തന്നെ. എന്ത് രസല്ലേ ആ. അതൊക്കെ, എന്ത് പ്രയാസം ശരിക്കും എഴുതാൻ. അത് ആ. അത് ആ. എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു പാട്ടാ ജയന്റെ. ഗിരീഷേട്ടൻ നമ്മളെ പാട്ടൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഗിരീഷേട്ടൻ പാടുമ്പോൾ ഇതിങ്ങനെ പാടാൻ പറ്റുമെന്ന് നമുക്ക് തോന്നും. വാക്കിന്റെ അടുക്ക് ഒരു രക്ഷയില്ലത്. ഓ ആ രീതിയിൽ പാടും. അപ്പം ഞങ്ങൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞു, അതായത് ഇന്നലെ എൻ്റെ നെഞ്ചിലെ ഒരു അച്ഛൻ മകൻ ഓർമ്മകളും യോഗമൊക്കെയാണ് നമ്മുടെ ശിക്കാറിലെ പിന്നെ എന്നോടൊന്നും മിണ്ടാതെ ഒരു അച്ഛൻ മകള് പാട്ടാണ്. അമ്മ മഴക്കാറിന് കണ്ടറിയും മകൻ അമ്മ പാട്ടാണ്. ഒരു അമ്മ മകൾ പാട്ട് നിങ്ങളുടെ കോമ്പിനേഷനിൽ വളരെ നല്ലതുണ്ട്. അത് കണ്ട് കൊതി കൊണ്ടു നിന്ന് കുയിലെ എന്ന് പറയുന്ന പാട്ടല്ല, എല്ലാം മുകളിലോട്ടും താഴോട്ടും എല്ലാ തരം പാട്ടുകളുണ്ട്. അത് കോമ്പിനേഷൻ ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ള അതെ അതെ. ഒരു ഗംഭീര പാട്ടാണ്. ജയന ഓട്, എനിക്ക് ഓട്, ഗിരീഷിനോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ആ പാട്ടിന് ഒന്നിച്ച അവാർഡ് കിട്ടിയ ഒന്നിച്ച് ഒരുപാട് എല്ലാവർക്കും അവാർഡ് കിട്ടുന്ന അല്ലേ. കുറെ ചേച്ചി പാടുമ്പോഴും നമ്മളിങ്ങനെ കണ്ട് കൊതി കൊണ്ട് നിൽക്കുന്നുള്ളതാണ്. അതാണ് അതിന്റെ സത്യം. ഈ കമൽ സാറിന്റെ പടത്തിലാണല്ലോ നമ്മളിപ്പോ പറഞ്ഞ വന്ന ഉടനെ നമ്മൾ പറഞ്ഞ സിനിമകളിലൊന്നാണ് ഈ പുഴയും കിടന്ന് എന്ന് പറയുന്ന സിനിമ. അതിനകത്ത് വൈഡൂരി കമ്മലണിഞ്ഞ് കാക്കക്കറുമ്പൻ കണ്ടാൽ കറുമ്പൻ എന്നുള്ള പാട്ട്, കണ്ടാൽ കുറുമ്പൻ, കാക്കക്കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ എന്റെ കാർവർണ്ണൻ എന്ന് പറയുന്ന പാട്ട്. അപ്പം സുജാ ചേച്ചി വന്ന സ്ഥിതിക്ക് നമുക്ക് അതൊരു 4 വരി കേട്ടിട്ട് മുന്നിലേക്ക് പോകുന്നത് വളരെ നന്നായിരിക്കില്ലേ? ഷുവർ. അത് ആക്ച്വലി അതിന്റെ റെക്കോർഡിങ്ങിന് ഗിരീഷ് ഉണ്ടായിരുന്നു തോന്നുന്നു. എനിക്ക് ആ AVM E-ലാണ്, C-ആണ്. സിയിൽ എനിക്ക് ആ സ്റ്റുഡിയോയിൽ ഇങ്ങനെ നടന്നു പോകണം എനിക്ക് കാണാം. ഞങ്ങളൊന്നപ്പോൾ അധികം സംസാരിക്കില്ല. ഒന്നാമത് ജോൺസേട്ടൻ ലൈവ് റെക്കോർഡിങ് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് പാട്ട് മാത്രമേ തഴയിലുണ്ടാവുള്ളൂ. പിന്നെ ആ സിനിമയിൽ തന്നെ വൈഡൂര്യ കമ്മല്, അത് ഒരു അതെ പ്രത്യേകത. എനിക്ക് ചിത്രമായിട്ട് കുറച്ച് കോമ്പിനേഷൻ സോങ്സ് സിനിമയിൽ വന്നിട്ടുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു പാട്ടായിരുന്നു അത്. കമൽ സാർ, താങ്ക് യു. അതെന്ത് രസമാണല്ലോ ആ പാട്ടൊക്കെ. വൈഡൂര്യ കമ്മലടിഞ്ഞ് അത് ഞാനും ചിത്രയും MG ദേവകന്യ അതിന്റെ ടൈറ്റിലാണ്. അതില് ഒരു നല്ല എനിക്ക് നാഴിയിൽ മുളനാഴിയിൽ ഗ്രാമം നന്മ മാത്രം അളക്കുന്നു ഒരു പ്രയോഗം വളരെ രസമുള്ള പ്രയോഗമായിട്ടുള്ളത്. കാക്കക്കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ കാർവർണ്ണൻ എന്റെ കാർവർണ്ണൻ കാലിയെ മെച്ചു നടക്കുമ്പോൾ കാലൊച്ചയില്ലാതെ വന്നപ്പോൾ പാവമി ഗോപിക പെണ്ണിൻ മനസ്സിലെ തൂവെണ്ണക്കിണ്ണം കാണാതായി ആരാനും എങ്ങാനും കണ്ടാലോ കള്ളൻ നീ കാട്ടും മായാജാലം കാക്കക്കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ കാർവർണ്ണൻ എന്റെ കാർവർണ്ണൻ കാർവർണ്ണൻ എന്റെ കാർവർണ്ണൻ. താങ്ക് യു കമൽ സാർ. സാറിന്റെ പടത്തിലെ പാട്ടാണത്. അത് ഗിരീഷ് ആദ്യമായിട്ട് എനിക്ക് ചെയ്ത പടമാണ് ഈ പുഴയും കടന്ന്. അതിലാദ്യം ഗിരീഷ് എഴുതിയത് ദേവകന്യക സൂര്യതമ്പുരുമിട്ട് എന്നുള്ള പാട്ടാണ്. അതിനുശേഷം ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രാവിലെ വന്ന് ജോൺസൺ അന്നൊക്കെ ഹാർമോണിയം പെട്ടി വെച്ചിട്ടാണ് നമ്മൾ കമ്പോസിങ്, അറിയാലോ. ആദ്യം ഈ ട്യൂൺ ഇങ്ങനെ അങ്ങനെ പാടിയപ്പോൾ തന്നെ ലിറിക്ക് പറയണം എന്നുള്ളതാണ്. ഗിരീഷിൻ്റെ ഒരു ഇതാണ് കാക്കക്കറുമ്പൻ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് തന്നെ. പെട്ടെന്ന് നമുക്ക് അത് ഇപ്പം നേരത്തെ ഇത് പറഞ്ഞില്ല, ഒരു കഥ മുഴുവൻ വരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. പെട്ടെന്ന് ആ ക്യാരക്ടറും ആ സംഭവങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നുള്ളൂ. ഒട്ടനെ ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ തുടങ്ങിയത്. ഞാൻ ഭക്തിഗാനങ്ങൾ അല്ലെങ്കിൽ പോലും ഈ കൃഷ്ണന്റെ ഒരു ഏരിയയിലുള്ള പാട്ടുകൾ ഇഷ്ടം പോലെ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ എന്ന് പറയുന്ന പാട്ട്, ഹരിമുരളി രവത്തിലാണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ, മധുമൊഴി രാധ, നിന്നെ തേടി എന്നൊക്കെ എഴുതുന്ന മാധവ ജന്മം, ആ ഒരു പ്രദേശത്തുള്ള പാട്ടുകൾ ഒരുപാട് ഭക്തിഗാനത്തിന്റെ ഏരിയകളിൽ എഴുതിയിട്ടുള്ള ഒരാളും കൂടെയാണ് അദ്ദേഹം എന്ന് പറയുന്നത്, അല്ലേ?
പ്രത്യേകിച്ചും കൃഷ്ണനും ആ കൃഷ്ണസങ്കല്പം ഉണ്ടല്ലോ, അതിൻ്റെ പ്രണയമൊക്കെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് ഗിരീഷിനെ മാത്രമല്ല മലയാള സിനിമയിലെ മിക്കവാറും എല്ലാ ലിറിക് റൈറ്റേഴ്സിനെയും എഴുത്തുകാരെയും ഈ കൃഷ്ണ സംഗീതം അല്ലെങ്കിൽ അവരുടെ ഒരു അറിയാലോ, നിങ്ങൾ ട്യൂൺ ചെയ്യുമ്പോഴൊക്കെ തന്നെയല്ലേ അതൊരു വല്ലാത്ത ഏരിയയാണ് എനിക്ക് തോന്നുന്നത് സംഗീതത്തിനെ സംബന്ധിച്ചോളം. അത് ഗിരീഷിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മാനത്തെ ചന്ദ്രനൊത്തൊരു എന്ന് പറയുന്ന പാട്ടിൽ ഒരു സാധാരണക്കാരൻ കാണുന്ന സ്വപ്നങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അതിനകത്തും അങ്ങനെ വളരെ രസമായിട്ട് അറബിപ്പൻ ഊതിയൊതുക്കി അറവാതിൽ പണിയും ഞാൻ എന്നുള്ള അതാത് പ്രദേശങ്ങളിൽ നിന്നുള്ള വാക്കുകൾ പെറുക്കിയെടുത്തുണ്ട്. അതിനൊരു അറബിക് സ്വഭാവമുള്ള പാട്ടാണല്ലോ. അതുപോലെയുള്ള നേരത്തെ പറഞ്ഞാൽ ഒരുപാട് പാട്ടുകൾ പുത്തഞ്ചേരി സാറുമായിട്ട് ചെയ്തിട്ടുള്ള ബേണി ഇഗ്നേഷ്യസ് കൂട്ടുകെട്ടിലെ ബേണി സാർ ഇപ്പോൾ അദ്ദേഹത്തെ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ ക്രാഫ്റ്റിനെ പറ്റി, അദ്ദേഹത്തിന്റെ പ്രതിഭയെ പറ്റി ഒന്നും ആരോടും പറയേണ്ട കാര്യമില്ല, അതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ അത്ഭുതം തോന്നുന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹത്തിന്റെ അതിവേഗത. ഒരു ട്യൂൺ എത്ര കോംപ്ലിക്കേറ്റഡ് ട്യൂൺ ആയിക്കോട്ടെ, അത് പറഞ്ഞു കൊടുക്കുന്നതിന് തീരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അതിമനോഹരമായ വരികൾ എഴുതിയിടണം. അപ്പം നമ്മൾ തോന്നുന്നു ഇത്ര പെട്ടെന്ന് എഴുതിയതിൻ്റെ പേരിൽ അതിൻ്റെ അത് ചിലപ്പോൾ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളതായിരിക്കും, പക്ഷേ നല്ല ഗഹനമായ ആശയവും ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള സംഗീതവും കൂടി കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ എഴുതാൻ സാധിച്ചത്. അങ്ങനെ വളരെ കുറച്ച് പേർക്ക് മാത്രം അങ്ങനെ എഴുതാൻ സാധിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വരികൾക്കോ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾക്കൊന്നും ഒരിക്കലും മരണമില്ല. പിന്നെ അദ്ദേഹം ഞങ്ങൾക്ക് ചെയ്തതെന്ന് വേറൊരു വലിയൊരു ഉപകാരമാണ്. ചന്ദ്രലേഖയുടെ സമയത്ത് ഞാനിങ്ങനെ പല ബുക്കുകളിലൊക്കെ ഇങ്ങനെ സരിഗമ കുത്തിക്കുറിച്ചിടും. അത് കഴിയുമ്പോഴത്തേക്ക് അത് നമ്മൾ മടക്കി വെക്കും. അപ്പോൾ എന്നോട് കുറിച്ച് വേണി ഇങ്ങനെയല്ല, നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ നൊട്ടേഷൻസ് അത് തരംതിരിച്ച് റൊമാൻറ്റിക് സോങ്സ് വേറെ, ഭക്തി വേറെ, ക്ലാസിക്കൽ വേറെ ആയിട്ട് തിരിച്ചിട്ട് ഒരു ഡയറിയിൽ എഴുതി വെക്കണം. അപ്പം നിങ്ങൾക്ക് ഭാവിയിൽ ഉപയോഗിക്കാം. അത് നമ്മൾക്ക് അല്ല ഒരു സിനിമയ്ക്ക് വേണ്ടി ചിലപ്പോൾ 10-15 ട്യൂൺ ഇട്ടാൽ 3 ട്യൂണേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ട്യൂൺ വേസ്റ്റ് ആക്കി കളയരുത്. അത് നല്ലത് തന്നെയായിരിക്കും. അത് മറ്റെന്തെങ്കിലും ആവശ്യമില്ല, നിങ്ങൾക്ക് ആൽബത്തിനെങ്കിലും ഉപയോഗിക്കാവത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ ഒരു ഡയറി എഴുതിട്ട് തരംതിരിച്ചൊക്കെ എല്ലാം എഴുതി തന്നിട്ട് അതാണ് തുടങ്ങിയത്. ഇപ്പോഴും ഞാനത് തുടർന്നുകൊണ്ട് പോവുകയാണ്. അത് അദ്ദേഹം തുടങ്ങി തന്നാണ്. അങ്ങനെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു വ്യക്തിയാണ്. ബാലേട്ട എന്നുള്ള പാട്ടിന്റെ ഒരു പരിപാടി എങ്ങനെയായിരുന്നു തുടങ്ങിയത്? ഈ ബാലേട്ട എന്ന് ആ പാട്ടിൽ വേണമെന്ന് വിനിച്ചേട്ടൻ പറഞ്ഞിരുന്നു. വിനിച്ചേട്ടൻ പറഞ്ഞിരുന്നു സിനിമയുടെ ടൈറ്റിലായിട്ട് അത് വേണം, അത് നിർബന്ധമാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ആ ഗ്രാമത്തിലുള്ള ബാലേട്ടന്റെ ഓട്ടവും അതിന്റെ പിന്നിലുള്ള മറ്റുള്ളവരുടെ ഓട്ടവും അങ്ങനെ സിനിമയുടെ ഒരു ഓട്ടം തുടങ്ങലും ഒക്കെ ഈ പാട്ടിൽ വരണം എന്നുള്ളതാണ്. അപ്പൊ സിനിമയുടെ ടെമ്പോ സെറ്റ് ചെയ്യുന്നതിനകത്ത് ഈ പാട്ടിനൊരു പങ്കുണ്ട്. അപ്പൊ ആ സിനിമയുടെ ഒരു നല്ലൊരു പുഷിൽ ഒരു ആക്സിലറേഷൻ അവിടെ വേണം എന്നുള്ളതാണ്. അപ്പോൾ അത് ഗിരീഷേട്ടൻ്റെ വരികളിലൂടെ തന്നെ അത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്, ഈണം മാത്രമല്ല. അപ്പോൾ ആ പാട്ടെന്ന് പറഞ്ഞാൽ ആ ഘടന ഈ സിനിമാറ്റിക് ഗ്രാമറുമായിട്ടുള്ള പാട്ടെഴുത്തുകാരൻ്റെ ഒരു ബന്ധം അത് ശരിക്കും ഉറപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഗിരീഷേട്ടൻ്റെ ഒരു കാലത്തിലൂടെയാണെന്ന്. അതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും സൗണ്ടിങ്, ബിച്ചു സാറിൻ്റെ കാര്യം നേരത്തെ സാർ പറഞ്ഞു, അവിടെ നിന്നാണ് ശരിക്കും അതിൻ്റെ ഒരു തുടക്കമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. പക്ഷേ ഗിരീഷേട്ടനാണ് അത് മുന്നോട്ട് കൊണ്ടുപോയെന്ന് തോന്നുന്നു. ഇപ്പോൾ എഴുതുന്ന പാട്ട് എഴുത്തുകാരൊക്കെ ആ ഒരു മാർഗം അല്ലെങ്കിൽ ആ രൂപരേഖ അല്ലെങ്കിൽ ആ ഒരു സൗണ്ടിങ് ഒക്കെ അതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടാണ് ഇപ്പോഴത്തെ പാട്ടുകൾക്ക് അത്തരം വാക്കുകളും നിർബന്ധമായിട്ട് സാഹിത്യം വേണമെന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. നേരത്തെ കൈതപ്പുറം തിരുമേനി പൂത്തഞ്ചേരി സാർ എന്നുള്ള കോമ്പിനേഷൻ ഉണ്ടാക്കിയ പോലെ തന്നെ ബിച്ചു തിരുമല സാറും ഗിരീഷ് പുത്തഞ്ചേരി ഒരു പടത്തിന് വേണ്ടി എഴുതിയിട്ടുള്ളത് കമൽ സാറിന്റെ പടമാണ്. വളരെ നിറം എന്ന് പറയുന്ന പടത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതെങ്ങനെ സംഭവിച്ചതാണ് അതിന്റെ പരിപാടികള്? അത് ബിച്ചുവേട്ടനായിരുന്നു ആദ്യം പാട്ട് മുഴുവൻ എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്. പക്ഷേ 2 പാട്ട് കഴിഞ്ഞപ്പോൾ ബിച്ചുവേട്ടന് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ വന്നു. എഴുതി തന്നിട്ട് ഒരു പാട്ട് പകുതി എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ ഷൂട്ടിംഗ് തുടങ്ങണം. അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ബിച്ചുവേട്ടനെ വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞ് ബാക്കി പാട്ട് എഴുതാപ്പോൾ ബിച്ചുവേട്ടൻ പറഞ്ഞു 1 മാസമെങ്കിലും ആവും എന്ന് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച് ഗിരീഷിനെ കൊണ്ട് എഴുതിച്ചോട്ടെ എന്ന് ചോദിച്ച് പുള്ളി പറഞ്ഞ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഗിരീഷിന് യാതൊരു മടി ഉണ്ടായിരുന്നില്ല ബിച്ചുവേട്ടൻ എഴുതിയത് ബാക്കി പാട്ട് എഴുതുക. കാരണം ബിച്ചുവേട്ടനെ പോലെ ഒരാളുടെ കൂടെ പാട്ട് എഴുതാനല്ലേ എന്നുള്ളൊരു സന്തോഷത്തിലാണ് പുള്ളി വന്നത്. അപ്പോൾ അതിലൊരു എന്ന് വെച്ചാൽ ഇപ്പോൾ ചിക് ചിക് ചിറകിൽ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, അത് ഗിരീഷാണ് എഴുതിയത്. അപ്പോൾ ആ ഒരു ഇതിലുള്ള അങ്ങനത്തെ വരികളും അങ്ങനത്തെ ചില ഉപമകളൊക്കെ വെച്ചിട്ടുള്ള പാട്ടായിരുന്നു. അതേസമയം പ്രായം തമ്മിൽ മുഖം നൽകി എന്നുള്ള പാട്ട് ജയേട്ടൻ പാടിയ പാട്ട് എഴുതിയത് ഇരിക്കല്ലോ ജയേട്ടൻ്റെ പെട്ടെന്ന് ഓർമ്മ സുജാതൻ ജയേട്ടൻ കൂടി പാടിയ ആ പാട്ടുണ്ടല്ലോ. ആ സമയത്ത് പേപ്പർ പറന്നു പോവാത്ത അമ്പിങ്ങൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് ബിച്ചുവേട്ടൻ എഴുതിയത്. അപ്പൊ അതില് 2-3 ലൈൻ ശരിക്കും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. സെക്കൻഡ് ചരണത്തിലെ എൻഡ് ഫിനിഷ് ചെയ്യാൻ ബിച്ചുവേട്ടന് പറ്റിയിരുന്നില്ല. ബിച്ചുവേട്ടൻ അയച്ചു തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ആ ടെൻഷനായി, കാരണം ഇത് റെക്കോർഡിങ് നടക്കുകയാണ്, നിങ്ങളൊക്കെ പാടാൻ വേണ്ടി വന്നപ്പോൾ എഴുതിയിട്ടില്ല. അപ്പോൾ ബിച്ചുവേട്ടനെ ഞാൻ വിളിച്ചു. ബിച്ചുവേട്ടൻ ലാസ്റ്റ് 2 ലൈൻ ഒന്ന് ഫിനിഷ് ചെയ്യണം ചരണം, എന്നാലും അത് ഇതാ വിട്ടു.
ബിച്ചുവേട്ടൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല, പാട്ടൊക്കെ ഞാൻ മറന്നു എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് നീ പാടിത്തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പാടാറില്ല. അപ്പോൾ ഗിരീഷ് ഇതിലുണ്ട്, ഗിരീഷിനെ കൊണ്ട് പാടിച്ചു, ഞാൻ പാടിച്ചു കൊടുത്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിരീഷ് നീ ഒന്ന് പാടിക്കൊടുക്കാൻ, ഗിരീഷ് പാടുമല്ലോ നന്നായിട്ട്. ഗിരീഷ് പാടിക്കൊടുത്തു കഴിഞ്ഞപ്പോൾ ബിച്ചുവേട്ടൻ അവിടെ ഇങ്ങനെ കിടന്നിട്ട് എടാ ഗിരീഷേ അതിങ്ങനെ എഴുതണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഫോണിൽ കൂടി ബിച്ചോട്ടൻ വീട്ടിൽ കിടക്കുക, ഫോണിൽ കൂടി ഗിരീഷിന് ഫോണിൽ കൂടി പറഞ്ഞു കൊടുത്തിട്ട് ഗിരീഷാണ് അത് ഫില്ല് ചെയ്ത് തന്നത്. അതൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. കാരണം രണ്ട് പ്രതിപാദനമായിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് അനുവദിച്ചു തന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ബിച്ചുവേട്ടനൊക്കെ നമ്മളെക്കാൾ എത്രയോ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ, ആ സ്വാതന്ത്ര്യം എനിക്കും അനുവദിച്ചു തന്നു, ഗിരീഷിനും അനുവദിച്ചു തന്നു. അതിനുശേഷമാണ് സുജാതൊക്കെ പാടിയത്. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഗിരീഷേട്ടൻ്റെ ഈ വേഴ്സറ്റാലിറ്റി, വൈവിധ്യം, അത് സിനിമയിലെ ഒരു കലാകാരൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അതെ. അപ്പോൾ ആ വൈവിധ്യം ശരിക്കും കമൽ സാറിൻ്റെ സിനിമകളിലെ പാട്ടുകളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഗിരീഷേട്ടൻ ഇപ്പോൾ ചിക് ചിക് ചിറകിൽ ഒരു അതില് ഈ ആക്ച്വലി ബോറാകുമ്പോ മോഡേൺ ലൈഫെ ശുക്രിയ, ടോട്ടലി ഫൂൾ ആകുമ്പോ ക്യാമ്പസ് ലവ് ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ് അത് വേറൊരു പരിപാടിയാണത്. കൈവിട്ട കളിയാണ്. പക്ഷെ നമ്മൾ അതിന്റെ ഒരു സൗന്ദര്യം വരൽ ഇത്തിരി പാടാം. ഈ 2-3 ഭാഷകളിലെ അങ്ങനെയുള്ള പാട്ടുകൾ എടുത്ത് ചേർത്തെഴുതുമ്പോൾ നമ്മുടെ സാഹിത്യം എഴുതുന്നു എന്ന് പറയുന്ന പോലെ ഇതിനെ നമ്മൾ അങ്ങനെ എളുപ്പത്തിൽ ഉപേക്ഷിക്കരുത്. ചില പാട്ടുകൾക്ക് ഇത് ആവശ്യമാണെന്ന് വരുമ്പോൾ അതിനെ ഏറ്റവും ഭംഗിയായിട്ട് അങ്ങനെ എഴുതുന്നതിനകത്തൊരു ഈ പറഞ്ഞ വേഴ്സറ്റാലിറ്റി. അതേ ആള് തന്നെയാണ് പിന്നെയും ആ ഒരു പടാവിന്റെ അത് എഴുതിയിരിക്കുന്നത്. അതേ ആള് തന്നെയാണ് രാത്തിങ്കൾ പൂത്താലി എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം കമൽ സാറിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. ഈ വിദ്യാസാഗർ കോമ്പിനേഷനിൽ കമൽ സാറിന് കൊടുത്തിരിക്കുമ്പോൾ എങ്ങനെയാണ് അവരുടെ കോമ്പിനേഷൻ വരുന്നത്? അയ്യോ അത് ഭയങ്കര, കാരണം വിദ്യ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, വിദ്യക്ക് ഗിരീഷുമായിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ടല്ലോ, യൂട്യൂബ് നിങ്ങളുടെ തന്നെ എത്രയോ പാട്ടുകളുണ്ട്. അപ്പോൾ വിദ്യക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലിറിക്കറായിട്ടുള്ള ഒരാൾ ഗിരീഷ് തന്നെയാണ്, യാതൊരു സംശയമില്ല. കാരണം അതൊരു ഭയങ്കര ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഇപ്പോൾ ഈ പിന്നെയും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം വേറൊരു ട്യൂൺ ഇട്ടിട്ട് അതിന് 3-4 വരികൾ എഴുതി. പക്ഷേ എനിക്കെന്തോ ഒരു തൃപ്തിയായില്ല, അങ്ങനത്തെ ഒരു പാട്ടല്ല വേണ്ടതെന്ന് ഞാൻ വിദ്യയോട് പറഞ്ഞപ്പോൾ വിദ്യ പറഞ്ഞാൽ നമുക്ക് ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഹാർമോണിയം എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഈ ട്യൂൺ പിന്നെയും ട്യൂൺ അങ്ങ് പാടുകയാണ്. അപ്പോൾ ഗിരീഷ് എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പം ഞാൻ പാട്ട് എഴുതാം. ഗിരീഷ് പറഞ്ഞു എനിക്കൊരു 5 മിനിറ്റ് സമയം തരണമെന്ന് പറഞ്ഞ് നേരെ മുറിയിലേക്ക് പോയിട്ട് ഗിരീഷിൻ്റെ മുറിയിലേക്ക് പോയിട്ട് എന്നെ ഫോണിൽ വിളിക്കുകയാണ്. കമൽക്ക ഒന്നും ഇങ്ങോട്ട് വരുമെന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നു. ഗിരീഷിനെ മുറി ചെന്നപ്പോൾ ഒരു 5-6 ഡയറി ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഇവിടെ ബേഡി പറഞ്ഞല്ലോ ഒരു കാര്യം, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം നമ്മൾ എപ്പോഴൊക്കെയോ എഴുതി വെക്കുന്ന അല്ലെങ്കിൽ ട്യൂൺ ചെയ്ത സാധനങ്ങളൊക്കെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഗിരീഷിൻ്റെ ഒരു സ്ഥിരം ഒരു പരിപാടിയായിരുന്നു. ഞാനൊക്കെ അറിയാം, ഡയറികളിൽ ഇങ്ങനെ ഒരു ഡയറിയുടെ കൂട്ടമുണ്ട്. കുറേ ഡയറികളുണ്ട്. അതിനകത്ത് ഇങ്ങനെ ചരണം, പല്ലവി, അതും ഇതൊക്കെ വരികൾ 2 ലൈനും ഒക്കെ ഇട്ട് ഇങ്ങനെ എഴുതി വെക്കും. അങ്ങനെ എഴുതി വെച്ചൊരു ഡയറിന്ന് എൻ്റെ അടുത്ത് പറയാണ് ഇത് പറ്റുമോ നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് എപ്പോൾ എഴുതിയത്, കുറച്ച് മുമ്പ് എഴുതിയതാണ്, പക്ഷേ ഇതിന് നിങ്ങളുടെ സിറ്റുവേഷനായിട്ടും ട്യൂണായിട്ടും മാച്ചാവുമെന്ന് നോക്കും. അങ്ങനെ ആ വരി എടുത്തത് പിന്നെയും ആരോഗ്യനാവിൻ്റെ പടികടം നിർത്തുന്ന പദനിസ്വരം എന്ന് പറഞ്ഞിട്ട് പുള്ളി എപ്പോഴും എഴുതി വെച്ചിരിക്കുക. ആ പാട്ടിന് വേണ്ടി കാത്തിരുന്നു എന്നുള്ളതാണ്. എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ആരും കൊതിക്കുന്ന ഒരാൾ വന്ന് ചേരുമെന്ന് ആരോ സ്വകാര്യം പറഞ്ഞതാവും. ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ കഥ. ഈ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു ഇത് മതി എന്ന് പറഞ്ഞാൽ ആ ഡയറി അങ്ങനെ കൊണ്ട് ഞാൻ വിദ്യയുടെ അടുത്ത് കൂടെ കൊടുക്കുന്നു. വിദ്യ വായിച്ചു നോക്കിയപ്പോൾ തന്നെ, വിദ്യക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ, മലയാളം വായിക്കാറില്ല, ഗിരീഷ് പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ പാടിയപ്പോൾ കറക്റ്റ് മീറ്ററിലാണ്. അതാണ് അതിൻ്റെത്. ആ ഒരു ഒന്ന് ആലോചിച്ച് നോക്കി അതിൻ്റെ കോമ്പിനേഷൻ എങ്ങനെ വരുന്നു എന്നാണ്. അപ്പോൾ ചില പാട്ടുകളുടെ ജന ആ മീറ്ററിൽ നിന്ന് ഒരു വാക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വന്നിട്ടില്ല എന്നാണ്. അതാണ് കവിത എന്ന് പറയുന്നതിൻ്റെ അതിലൊരു സംഗീതം ഉണ്ടല്ലോ.